നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമര ചരിത്രത്തിൽ മന്ത്രിമാരെ തടയുന്ന വലിയ സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന തരത്തിലുള്ള പോരാട്ടം നമ്മുടെ സംസ്ഥാനത്ത് മന്ത്രിമാരെ തെരുവിൽ തടയുന്ന സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് ചെറിയ ഒരു പോറൽ പോലും ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് നമ്മൾ ശക്തിയായിട്ടുള്ള പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ പ്രകടിപ്പിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് രണ്ടുപേര് പതുങ്ങി ഏതോ ഒരു ഓൺലൈൻ മാധ്യമമാണെന്ന് തോന്നുന്നു. ആ പതുങ്ങി നിൽക്കുന്നവർ രഹസ്യമായിട്ട് ഒളിഞ്ഞു നോക്കുന്നത്, മന്ത്രി ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ മന്ത്രിയുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് അവരെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പറയുന്ന ന്യായം എന്ന് പറയുന്നത് അവർ മുഖത്തടിച്ചോ കഴുത്തേക്കറി കുത്തിപ്പിടിച്ചോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവർ പരുക്കു പറ്റുന്ന തരത്തിലുള്ള ഒരു വളരെ മോശപ്പെട്ടതായിട്ടുള്ള നമ്മുടെ സ്റ്റേറ്റിൽ അങ്ങനെ നടന്നിട്ടേ ഇല്ല. ഏതെങ്കിലും ഒരു മന്ത്രി ഇങ്ങനെ ഓടിച്ചിട്ട് അങ്ങനെ ഓടിച്ചു പിടിക്കാനോ ഒക്കെ തന്നെ ആരും തന്നെ ശ്രമിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. നമ്മളങ്ങനെ ആരും ചെയ്യാറില്ല. പ്രതിഷേധമൊക്കെ പ്രകടിപ്പിക്കും, കറുത്ത കൊടി കാണിക്കും, അതെല്ലാം അതിൻ്റെ രീതിക്കല്ലേ കാണിക്കുക. ഇത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറാൻ വരുന്നതായിട്ടുള്ള മന്ത്രിയെ യാത്രക്കാരെന്ന വ്യാജേന രണ്ടുപേർ അല്ലെങ്കിൽ നേരത്തെ റെയിൽവേ പോലീസിന്റെ കയ്യിലുള്ള CCTVക്കകത്ത് ദൃശ്യങ്ങളില്ല. CCTVക്കകത്ത് ദൃശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണോ യഥാർത്ഥത്തിൽ അവിടെ നടന്ന സംഭവത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത്? പോലീസ് പറയുന്ന ഒരു കാര്യം, പൂർണ്ണമായും ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതായത് റെയിൽവേ സ്റ്റേഷൻ അതീവ സുരക്ഷാ മേഖലയിൽ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു. അതിലൊന്നും നേരിട്ട് മന്ത്രിയെ അറ്റാക്ക് ചെയ്യുന്നത് നേരിട്ട് മന്ത്രിയെ അടിച്ചില്ലെന്നാണോ പറയുന്നത്? ഇനിയിപ്പോൾ നേരിട്ട് മന്ത്രിയെ കൂടെ അടിച്ചാലേ അത് പൂർണ്ണാവുള്ളൂ എന്നാണോ നിങ്ങൾ പറയുന്നത്? അത് ഇവരുടെ ആക്രമണമാണ്. ഇവരുടെ ആക്രമണമാണ് അവർ അവശയായി വീഴുന്നതിന് കാരണമായത്. എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് അവരോട് ചോദിച്ചാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് അവരോട് തന്നെ ചോദിച്ചാലേ പറ്റുള്ളൂ. അവരോട് ഈ വീണുപോയ അല്ലെന്നുണ്ടെങ്കിൽ ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയ ബഹുമാനപ്പെട്ട മന്ത്രിയോട് തന്നെ ചോദിച്ചാലേ എങ്ങനെയാണ് ആക്രമണങ്ങൾ നടന്നതെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. CCTV ക്യാമറ മാത്രം വെച്ചാണോ യഥാർത്ഥത്തിൽ ആക്രമണത്തിന്റെ വ്യാപ്തിയെല്ലാം അളക്കുന്നത്? ഏത് കാലത്ത് അങ്ങനെ ചെയ്തിട്ടുള്ളത്? CCTV ക്യാമറ മാത്രം നോക്കിയിട്ട് അല്ല. CCTV ക്യാമറയിലൂടെ തെളിയുന്ന കേസുകളുണ്ടാവും. CCTV ക്യാമറയിലൂടെ മാത്രമാണോ നമ്മുടെ നാട്ടിൽ നടന്നുള്ള കേസുകൾ തെളിഞ്ഞിട്ടുള്ളത്? CCTV ക്യാമറയൊക്കെ ഉണ്ട്, നമ്മൾ കാണുന്നുണ്ടല്ലോ, ഞങ്ങൾ കാണുന്നുണ്ട്. ഒരു വീഡിയോയിൽ കണ്ടതാണ്. രണ്ടുപേര്, ഒരുത്തൻ ബാഗ് തൂക്കിയിരിക്കുന്നു, മറ്റൊരുത്തൻ പോയി ഒളിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് അവർ ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്ന് കണ്ടപ്പോഴത്തേക്ക് കാണാം രണ്ടുപേരും കൂടെ ഓടി അവരുടെ അടുക്കലേക്ക് അടുക്കുന്നതായിട്ടുള്ള രംഗവും. സുരക്ഷയിൽ തന്നെയാണ് മന്ത്രി ഉള്ളത്. ആ സുരക്ഷ വേറിച്ച് പോയിട്ടില്ല. ആ സുരക്ഷ വേറിച്ച് പോയിട്ടുണ്ടായിരിക്കണമല്ലോ, ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് വീഴില്ലല്ലോ. പോയിട്ടില്ല നിങ്ങൾ പറഞ്ഞാൽ ശരിയാകുമോ? അവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് പറയേണ്ടത് മന്ത്രി തന്നെയാണ്. ഏതായാലും ശരി, നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ലാത്ത വൃത്തികേട് തന്നെയാണ് നടന്നത്. ഒരു വനിതാ മന്ത്രിയെ ആക്രമിക്കാൻ വേണ്ടി സ്വകാര്യമായി രഹസ്യമായി, ഇല്ലെങ്കിൽ ആണത്തുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് അവരെ തടയാൻ വേണ്ടി തയ്യാറാവണം. അല്ല രഹസ്യമായിട്ട് പോയി ഓട്ടിക്കുകയല്ല വേണ്ടത്. അത് ആണത്തമുള്ള യൂത്ത് കോൺഗ്രസ്സുകാരന് ആണത്തം ഉണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ടതാണ്. ആ കരിങ്കൊടി കാണിക്കും. എവിടെ കാണിക്കും? ആളുകളോട് പറഞ്ഞു ചെയ്യണം. അതാണ് അന്തസ് എന്ന് പറയുന്നത്. അല്ലാതെ രഹസ്യമായി പിന്നെ ഒരാൾ എത്തുന്ന സ്ഥലത്ത് രഹസ്യമായി നിന്ന് അവരെ തടയല്ല വേണ്ടത്. പോലീസിന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതാണോ സംഭവിക്കുക? പോലീസിന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. രഹസ്യമായിട്ട് ആര് വിചാരിച്ചാലും ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും.